നിങ്ങൾ ദേഷ്യം വരുമ്പോൾ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നവരാണോ? വായുതൊക്കെ വിളിച്ചു പറയുന്നവരാണോ? അല്ലെങ്കിൽ സ്വയം ഉപദ്രവിക്കാൻ ടെൻഡൻസി കാണിക്കുന്നുണ്ടോ? അപ്പോൾ ദേഷ്യം എങ്ങനെ മാനേജ് ചെയ്യാം? 2 പോയിന്റ് ആയിട്ടാണ്. ഒന്ന്, ഒരു കുറേ ലോങ് ടേം എന്ന് പറയും. നമുക്കിപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യാം, കുറേ നാളത്ത് കൊണ്ടുള്ള ഇത് മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. എനിക്ക് എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത്? ചിലപ്പോൾ അത് ഒരാളോടായിരിക്കാം, ഒരു സിറ്റുവേഷനോടായിരിക്കാം, അല്ലെങ്കിൽ ഒരു തോട്ടിനോടായിരിക്കാം. ഇതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് പെട്ടെന്ന് ആ സിറ്റുവേഷനിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഒരാളോടാണെങ്കിൽ പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോരാൻ നോക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാൻ നോക്കുക. പിന്നെ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. കാരണം ദേഷ്യം എന്ന് പറയുന്നത് 5-10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അത് എത്രയും പെട്ടെന്ന് ബൈപ്പാസ് ചെയ്യാൻ നോക്കുക. പിന്നെ രണ്ടാമത്തെ ടെക്നിക്കാണ് ഡീപ് ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയും. നമ്മൾ ശ്വാസം ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ട് പിടിച്ചു വെക്കുക. ഒരു എത്ര നേരം പിടിച്ചു വെക്കാന്ന് തോന്നുമ്പോൾ അത്രയും നേരം പിടിച്ചു വെച്ചിട്ട് വിടുക. അതൊരു 5 ടൈം പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. വേറൊരു ടെക്നിക്സ് ഉണ്ട്, അതിന് ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്ന് പറയും. കാരണം ദേഷ്യം വരുമ്പോൾ നമ്മളെ നിയന്ത്രണം വിട്ട് പുറത്ത് പോവാണ്. നമുക്കതിനൊരു തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ തിരിച്ചൊരു ഗ്രിപ്പ് കിട്ടണം. അതിനെയാണ് ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്മൂത്തായിട്ട് റഫ് ഇതുണ്ടെങ്കിൽ അതുമ്പോൾ ടച്ച് ചെയ്ത് അതിനൊന്ന് ഫീൽ ചെയ്യും. ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. പിന്നെ ലോങ് ടേം ആയിട്ടുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. കാരണം ഈ ഷോർട്ട് ടേം നമുക്ക് എപ്പോഴും പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല. ലോങ് ടേം ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു മെഡിറ്റേഷൻ, യോഗ, എക്സസൈസ്. പിന്നെ പലപ്പോഴും ദേഷ്യത്തിനൊരു തോട്ടിലൊരു ഇഷ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ദ വേ വി തിങ്ക് അബൌട്ട് സോ മെനി തിങ്സ് ഹാസ് എഫക്റ്റഡ്. ആ ഏരിയയിലും വർക്ക് ചെയ്യുക.